ക്രിസ്തീശ്വരൻ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം. സർപ്പസന്തതികളെ, ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നല്ലയോ വായി സംസാരിക്കുന്നത്? യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയത് സാത്താനെ കൊണ്ടാണെന്ന് പരീശന്മാർ പറഞ്ഞു. അവരെ നോക്കി കർത്താവ് പറയുന്ന വാക്കുകളാണ് നാം ഈ കേട്ടത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ലഭിച്ചവൻ അവരുടെ വചനത്താൽ നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ മനസ്സ് മുഴുവനും സ്നേഹവും കരുണയും വിശ്വസ്തയും അലിവും ഉള്ളതായിരിക്കും. അവനിൽ അഹങ്കാരം ഒട്ടും ഉണ്ടാവുകയില്ല. അവ എളിമയുള്ളവനായിരിക്കും. അവൻ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആരെയും വേദനിപ്പിക്കുന്നില്ല. അവൻ്റെ ജീവിത മാതൃക മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവനിൽ വെറുപ്പും കോപവും അഹങ്കാരവും നിറഞ്ഞതായിരിക്കും. അവൻ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നവനായിരിക്കും. അവൻ സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കും. ഹല്ലേലൂയ. ആകയാൽ സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കാനായി, അവന്റെ വചനത്തെ പ്രാപിക്കാനായി, അവന്റെ സ്നേഹം പ്രാപിക്കാനായി, അവന്റെ വിശ്വസ്ത പ്രാപിക്കാനായി, അവനിലൂടെ നിത്യജീവൻ പ്രാപിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾ മേൽ അയക്കണമേ. അവിടുത്തെ വചനം സത്യമാകുന്നുവല്ലോ. സത്യത്തിലൂടെ ഞങ്ങൾ വഴി നടത്തണമേ. അതിൽ ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾ അവിടത്തോടൊപ്പം നിത്യതയിൽ എത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയുടെ കർത്താവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.